Good morning, children. In the previous class, we discussed about the First World War and the formation of League of Nations. Today, we are going to discuss an important topic in world history, that is economic depression. Economic depression means സാമ്പത്തിക മാന്ദ്യം. The United States of America was not affected by the war. First World War എന്തായിരുന്നു നമ്മൾ കണ്ടു. ഫസ്റ്റ് വേൾഡ് വാർ അഫക്റ്റ് ചെയ്യാതെ പോയ ഒരു രാജ്യമായിരുന്നു അമേരിക്ക. Hence, the European nations managed to get loans from the USA. Hence, the European nations managed to get loans from the USA. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയെ ഫസ്റ്റ് വേൾഡ് വാർ അഫക്റ്റ് ചെയ്തില്ല. ആയതിനാൽ ഫസ്റ്റ് വേൾഡ് വാർ കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്ത യൂറോപ്യൻ നേഷൻസ് USA-യിൽ നിന്നും പലതരത്തിലുള്ള ലോണുകൾ തരപ്പെടുത്തിയെടുത്തു. Consequently, American dollar overtook British pound as the basis of foreign exchange holding. നമുക്കറിയാം, അമേരിക്കയുടെ കറൻസിയാണ് ഡോളർ എന്നും ബ്രിട്ടന്റെ കറൻസിയാണ് പൗണ്ട് എന്നും നമുക്കറിയാം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നേ? Consequently, American dollar overtook British pound as the basis of foreign exchange holding. അതോടെ ഫോറിൻ എക്സ്ചേഞ്ച് ഹോൾഡിങ്ങിന്റെ അടിസ്ഥാനം ബ്രിട്ടീഷ് പൗണ്ടിന് പകരം ആരായി മാറി? അമേരിക്കൻ ഡോളറായി മാറി. As a result, the United States of America emerged as a new economic power outside Europe. ഇതിന്റെ ഫലമായി the United States of America emerged as a new economic power outside Europe. യൂറോപ്പിന് പുറത്ത് ഒരു പുതിയ ഇക്കണോമിക് പവറായി അമേരിക്ക ഉയർന്നു വരികയും ചെയ്തു. The economic growth of the USA did not last long. എന്നാൽ അമേരിക്കയുടെ ഇക്കണോമിക് ഗ്രോത്ത് ദീർഘകാലം നീണ്ടുനിന്നില്ല. The world was thrown into economic crisis in 1929, which originated in the USA. The world was thrown into economic crisis in 1929, which originated in the USA. ഇവിടെ എന്താ സംഭവിച്ചത്? 1929-ൽ ലോകത്തെ ആകെ ബാധിച്ച ഒരു ഇക്കണോമിക് ക്രൈസിസ് ഡെവലപ്പ് ചെയ്യപ്പെടുകയും ഉടലെടുക്കുകയും അതെവിടെയായിരുന്നു ആവിർഭവിച്ചത്? അമേരിക്കയിൽ ആവിർഭവിക്കുകയും ചെയ്തു. The world was thrown into economic crisis in 1929, which originated in the USA. USA-യിൽ ഒറിജിനേറ്റ് ചെയ്ത ഇക്കണോമിക് ക്രൈസിസ് ഏതാണ് ഇയർ? 1929. The world was thrown into economic crisis in 1929, which originated in the USA. ഇക്കണോമിക് ഡിപ്രഷൻ നടക്കുന്ന ഇയർ 1929 ആണ്. ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത് USA-യിലാണ്. അപ്പോൾ 1929-ൽ ലോകത്തെ ആകെ ബാധിച്ച ഇക്കണോമിക് ഡിപ്രഷൻ അല്ലെ ഇക്കണോമിക് ക്രൈസിസ് ആവിർഭവിച്ചത് അമേരിക്കയിലായിരുന്നു. Let's look at the impacts of this economic depression. ഈ ഇക്കണോമിക് ഡിപ്രഷന്റെ ഇമ്പാക്ട്സ് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഇതിനു മുൻപ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഇക്കണോമിക് ഡിപ്രഷൻ ഉണ്ടായ ഇയർ 1929, അത് ഇമ്പോർട്ടന്റ് ആണ്. People who became pauper because of the war couldn't afford the commodities. യുദ്ധം പാപ്പരാക്കിയ ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാതായി. Goods were kept unsold in factories. അവർ അധികമായി ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാതെ ഫാക്ടറികളിൽ കെട്ടിക്കിടന്നു. യൂറോപ്യൻ നേഷൻസ് failed to repay their debts to the USA. നമ്മൾ നേരത്തെ കണ്ടു, യൂറോപ്യൻ നേഷൻസ് USA-യിൽ നിന്ന് ധാരാളം ലോണുകളൊക്കെ തരപ്പെടുത്തി എടുത്തു. ഇങ്ങനെ അമേരിക്കയിൽ നിന്ന് എടുത്ത ഈ ലോണുകൾ തിരിച്ചടയ്ക്കുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വീഴ്ച വരുത്തി. ബാങ്ക്സ് കൊളാപ്സ്ഡ്, ബാങ്കുകൾ തകർന്നു.
inflation became uncontrollable. The inflation means the general rise in price. പണപ്പെരുപ്പം എന്നൊക്കെ പറയും. Inflation became uncontrollable. പണപ്പെരുപ്പം വർദ്ധിച്ചു. Acute unemployment and poverty. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും രൂക്ഷമായി. To overcome this crisis, the European nations adopted a strategy of imposing heavy taxes on the colonies. To overcome this crisis, economic depression മൂലമുണ്ടായ ഈ പ്രതിസന്ധികൾ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി the European nations adopted a strategy of European nations എന്ത് മാർഗമാണ് സ്വീകരിച്ചത്? Imposing heavy taxes on the colonies. അവരുടെ കൈവശമുള്ള കോളനികളിൽ നികുതി വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു അവർ അഡോപ്റ്റ് ചെയ്ത മാർഗം. എന്തിനെ ഓവർകം ചെയ്യുവാൻ? ഈ ഇക്കണോമിക് ഡിപ്രഷനെ ഓവർകം ചെയ്യുവാൻ. Therefore, the economic crisis of imperialist nations became a burden to the colonies. അങ്ങനെ the economic crisis of imperialist nations face ചെയ്ത economic crisis became a burden to the colonies. കോളനികളുടെ ചുമലിലായി മാറുകയും ചെയ്തു. Find out how the economic depression in the United States of America affected the economy of other nations and prepare a short note. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആണല്ലോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ടോപ്പിക്, ഫാഷിസം ആൻഡ് നാസിസം. To those who can hear me, I say, do not despair. എന്നെ ശ്രവിക്കുന്നവരോട് നിരാശപ്പെടരുതെന്ന് ഞാൻ പറയുന്നു. The misery that is now upon us is but the passing of greed, the bitterness of men who fear the way of human progress. The misery that is now upon us, ഇന്ന് നമ്മുടെ മേലുള്ള ദുരിതങ്ങൾ, is but the passing of greed, the bitterness of men who fear the way of human progress. മാനവരാശിയുടെ പുരോഗതിയെ ഭയക്കുന്ന മനുഷ്യന്റെ അത്യാർത്തിയാണ് മനുഷ്യന്റെ ദുരന്തമായി പരിണമിച്ചത്. The hate of men will pass, the dictators die, and the power they took from the people will return to the people. മനുഷ്യവിദ്വേഷം ഇല്ലാതാവുകയും ഏകാധിപതികൾ മരണപ്പെടുകയും ചെയ്യും. ജനങ്ങളിൽ നിന്ന് തട്ടിയെടുത്ത അധികാരം അവർ മരണമടയുന്നതോടെ ജനങ്ങൾ തിരിച്ചെടുക്കുക തന്നെ ചെയ്യും. And so long as men live, liberty will never perish. മനുഷ്യൻ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വാതന്ത്ര്യം നശിക്കില്ല. From Charlie Chaplin's film The Great Dictator. ചാർലി ചാപ്ലിന്റെ സിനിമയായ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്ററിൽ നിന്നുള്ള ഭാഗമാണ് നിങ്ങൾ ഇതുവരെ വായിച്ചു കേട്ടത്. This was Charlie Chaplin's view on the dictatorship that became prevalent in some European nations after the First World War. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ അധികാരത്തിൽ വന്ന ഡിക്റ്റേറ്റർഷിപ്പ്, സ്വേച്ഛാധിപത്യ ഭരണത്തെക്കുറിച്ചുള്ള ചാർലി ചാപ്ലിന്റെ നിരീക്ഷണമാണ് ഇത്. Let's see the circumstances which led to the formation of such governments. ഇങ്ങനെയുള്ള ഗവൺമെന്റുകളുടെ രൂപീകരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്തെല്ലാം ആയിരുന്നു എന്ന് നമുക്ക് നോക്കാം. The First World War devastated both the allies. ഫസ്റ്റ് വേൾഡ് വാർ വിജയിച്ച രാജ്യങ്ങളുടെയും പരാജയപ്പെട്ട രാജ്യങ്ങളുടെയും അവസ്ഥ പരിതാപകരമാക്കി. Many European governments lost their power. പല യൂറോപ്യൻ ഗവൺമെന്റുകൾക്കും അവരുടെ അധികാരം നഷ്ടമായി. People were in misery. ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമായി. Unemployment, poverty and inflation gnawed their entire system. Unemployment, തൊഴിലില്ലായ്മ, പോവർട്ടി, ദാരിദ്ര്യം, ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം, ഇവയെല്ലാം എൻ്റെ സിസ്റ്റത്തെ കാർന്നു തിന്നു. Fascism in Italy and Nazism in Germany rose to power, capitalizing on the political and economic chaos prevailing then. ആ കാലഘട്ടത്തിൽ അവിടെ നിലനിന്നിരുന്ന രാഷ്ട്രീയവും സാമ്പത്തികപരവുമായ അനിശ്ചിതത്വത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഇറ്റലിയിൽ ഫാഷിസവും ജർമ്മനിയിൽ നാസിസവും അധികാരത്തിലെത്തി. Economic destruction, rivalry against the victors, aimlessness, etc. facilitated these forces to grab power. അപ്പോൾ
ഈ ഫോഴ്സസിനെ ഇറ്റലിയിൽ ഫാഷിസവും ജർമ്മനിയിൽ നാസിസവും അധികാരത്തിൽ എത്തുന്നതിന് വേണ്ടി അവർക്ക് അനുകൂലമായി എന്തെല്ലാം സാഹചര്യങ്ങളാണ് അവിടെ നിലനിന്നത്? ഇക്കണോമിക് ഡിസ്ട്രക്ഷൻ, സാമ്പത്തിക തകർച്ച, റൈവൽറി അഗെയിൻസ്റ്റ് ദ വിക്ടേഴ്സ്, വിജയിച്ചവരോടുള്ള പ്രതികാര മനോഭാവം, എയിംലെസ്നെസ്, ലക്ഷ്യബോധമില്ലായ്മ തുടങ്ങിയവയെല്ലാം ഇവർക്ക് അനുകൂല സാഹചര്യങ്ങളായിരുന്നു. എന്തിന്? ടു ഗ്രാബ് പവർ, അധികാരം പിടിച്ചെടുക്കുന്നതിന്. ഹിയർ ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാഷിസം. ഫാഷിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്, ഇമ്പോർട്ടന്റ് ആണ്. ഫാഷിസം ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആന്റഗോണിസം ടു ഡെമോക്രസി, ഡെമോക്രസിയോടുള്ള വിരോധം. ഫാഷിസം എന്നത് ആന്റി ഡെമോക്രാറ്റിക് ആണ്, അഗ്രസീവ് നാഷണലിസത്തിൽ റൂട്ടഡ് ആണ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ആന്റഗോണിസം ടു ഡെമോക്രസി, ജനാധിപത്യത്തോടുള്ള വിരോധം. ഫാഷിസം ഒരിക്കലും ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസിനെ അംഗീകരിച്ചിരുന്നില്ല, അത് അഗ്രസീവ് നാഷണലിസത്തിൽ അധിഷ്ഠിതമായിരുന്നു. അപ്പോസിഷൻ ടു സോഷ്യലിസം, സോഷ്യലിസത്തോടുള്ള എതിർപ്പ്. സോഷ്യലിസം മീൻസ് സ്ഥിതി സമത്വവാദം, എല്ലാവരെയും തുല്യരായി കാണുന്നു, അവിടെ മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ വിവേചനമൊന്നുമില്ല. എൻറ്റയർ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. അവിടെ എന്തുണ്ടോ അതെല്ലാം തുല്യമായിട്ട് എല്ലാവർക്കും ഈക്വൽ റൈറ്റ് ആണ് അവിടെ ഉള്ളത്. ഇവിടെ ഫാഷിസം സോഷ്യലിസത്തെ അംഗീകരിക്കുന്നില്ല. ഒപ്പോസിഷൻ ടു സോഷ്യലിസം ഫാഷിസത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക് ആണ്. Then glorifying the nation, രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കുന്നു. ഗ്ലോറിഫൈങ് ദ നേഷൻ, അവരുടെ രാജ്യമാണ് ഏറ്റവും വലുത്, അതിൻ്റെ മഹിമയെ വാഴ്ത്തി പാടുന്നു. മറ്റ് രാജ്യങ്ങളെ അവർ ഇൻഫീരിയർ ആയി കാണുകയും അവരുടെ രാജ്യത്തെ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് പോയിന്റ്, അഡോറിംഗ് ദ പ്യൂരിറ്റി ഓഫ് റേസ്, വംശമഹിമ ഉയർത്തിപ്പിടിക്കൽ. ഇറ്റലിയിലെ ജനതയാണ് സുപ്പീരിയർ എന്നും അവർ വംശമഹിമ കൂടിയവരാണെന്നും ലോകം ഭരിക്കുവാൻ കഴിവുള്ളവർ അവരാണ് എന്നും അവർ സ്വയം വിശ്വസിക്കുകയും അവരുടെ രാജ്യത്തിലുള്ള ആൾക്കാരിലേക്ക് അങ്ങനെ ഒരു ഐഡിയ അവർ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് അഡോറിംഗ് ദ പ്യൂരിറ്റി ഓഫ് റേസ്, വംശമഹിമ ഉയർത്തിപ്പിടിക്കൽ. Then justifying the war. Justifying war means യുദ്ധത്തെ മഹത്വവൽക്കരിക്കൽ. അവർ യുദ്ധം ചെയ്യുന്നു, അവർ ചെയ്യുന്ന യുദ്ധത്തെ, അവർ എന്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നു അതിനെ അവർ ന്യായീകരിക്കുന്നു. അവരുടെ രാജ്യം എന്ത് ചെയ്യുന്നു അതെല്ലാം ശരി. നമ്മൾ ഇനി മുസോളിനി ആൻഡ് ഫാഷിസം പഠിക്കുമ്പോൾ അവിടെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് വാർ ഈസ് ടു മാൻ വാട്ട് മെറ്റേണിറ്റി ഈസ് ടു വുമൺ. എന്നുവെച്ചാൽ എന്താ അത് പറഞ്ഞിരിക്കുന്നത്? മുസോളിനിയാണ്. മുസോളിനി എന്താ പറഞ്ഞിരിക്കുന്നത്? പുരുഷന് യുദ്ധം, സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ്. ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ തന്നെ ഈ പോയിന്റല്ലേ അവിടെ കാണുന്നത്. ജസ്റ്റിഫൈങ് വാർ, യുദ്ധത്തെ മഹത്വവൽക്കരിക്കൽ. യുദ്ധം ചെയ്ത് മറ്റ് പ്രദേശങ്ങളെ കീഴ്പ്പെടുത്തി തങ്ങളുടെ രാജ്യത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നത് നല്ല കാര്യമാണെന്ന് അവർ പ്രചരിപ്പിക്കുന്നു. Then diffusion of aggressive nationalism, തീവ്ര ദേശീയത പ്രചരിപ്പിക്കൽ. ഞാൻ ആന്റഗോണിസം ടു ഡെമോക്രസി പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞിരുന്നു, ഈ ഫാഷിസം എന്ന കോൺസെപ്റ്റ് അഗ്രസീവ് നാഷണാലിസത്തിൽ റൂട്ടഡ് ആണ്. അവിടെ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് എല്ലാം ഇതിനെ സാധൂകരിക്കുന്നതാണ്. ഗ്ലോറിഫൈങ് ദ നേഷൻ, അഡോറിംഗ് ദ പ്യൂരിറ്റി ഓഫ് റേസ്, ഇതെല്ലാം തന്നെയും അഗ്രസീവ് നാഷണാലിസത്തിന്റെ ഭാഗമല്ലേ? നെക്സ്റ്റ് പോയിന്റ്, ഡിഫൈൻ ദ പാസ്റ്റ്, കഴിഞ്ഞ കാലത്തെ പ്രകീർത്തിക്കൽ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ റിനൈസൻസ് ഒക്കെ പഠിച്ചു. അവിടെ റോമൻ കാത്തലിക് ചർച്ചിനെ പറ്റി പഠിച്ചായിരുന്നു. റോമൻ കാത്തലിക് ചർച്ച് അതെല്ലാം ഇറ്റലിയിലാണ്. പണ്ട് കാലത്ത് യൂറോപ്പിലെ സൂപ്പർ പവറായിട്ട് ഇരുന്നത് റോമൻ കാത്തലിക് ചർച്ച് ആയിരുന്നു. റോമൻ കാത്തലിക് ചർച്ചിന്റെ സെന്റർ എന്ന് പറയുന്നത് ഇറ്റലി ആയിരുന്നു. അതുകൊണ്ട് തന്നെയും ഒരു കഴിഞ്ഞ കാലം, അവരുടെ ഭൂതകാലം എന്ന് പറയുന്നത്
ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ അടക്കി വാണിരുന്ന ഒരു രീതിയായിരുന്നു. ആ കഴിഞ്ഞ കാലത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ആ പ്രതാപകാലം വീണ്ടെടുക്കണമെന്ന ഒരു ധാരണയും ഒരു ആവേശവും അവിടുത്തെ ജനതയിൽ അവർ അരക്കിട്ടുറപ്പിക്കുന്നു. Then indoctrination of ideologies through arts, literature and education. Arts, കല, ലിറ്ററേച്ചർ, സാഹിത്യം, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം തുടങ്ങിയവയിലൂടെയുള്ള ആശയപ്രചാരണം. അവരുടെ ഇങ്ങനെയുള്ള ആശയങ്ങൾ അവർ ആർട്സ്, ലിറ്ററേച്ചർ, എഡ്യൂക്കേഷൻ ഈ സിസ്റ്റംസ് എല്ലാം ഉപയോഗിച്ച് അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. Then military dictatorship, സൈനിക സ്വേച്ഛാധിപത്യം. തീർച്ചയായും ഫാഷിസത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ ആയിരിക്കും. അവര് ജസ്റ്റിഫൈങ് വാർ, ഡിഫ്യൂഷൻ ഓഫ് അഗ്രസീവ് നാഷണാലിസം ഇവയെല്ലാം അനലൈസ് ചെയ്യുമ്പോൾ മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് ഫാഷിസത്തിന്റെ ഭാഗമല്ലേ? ദ ഡിസ്ട്രക്ഷൻ ഓഫ് പൊളിറ്റിക്കൽ റൈവൽസ്, രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ. രാഷ്ട്രീയ എതിരാളികളെ അവർ ഉന്മൂലനം ചെയ്യുന്നു, മീൻസ് കൊന്നൊടുക്കുന്നു. അത് ആന്റഗോണിസം ടു ഡെമോക്രസി, ഡിഫ്യൂഷൻ ഓഫ് അഗ്രസീവ് നാഷണാലിസം അതെല്ലാം അനലൈസ് ചെയ്യുമ്പോൾ, ജസ്റ്റിഫൈങ് വാർ ഈ പോയിന്റ്സ് അനലൈസ് ചെയ്യുമ്പോൾ ഫാഷിസത്തിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് നമുക്ക് എന്തിനെ കണക്കാക്കാം? ഡിസ്ട്രക്ഷൻ ഓഫ് പൊളിറ്റിക്കൽ റൈവൽസ്, രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കുന്നു. ഫാഷിസം വാസ് എ പ്രോഡക്റ്റ് ഓഫ് ദി ഫസ്റ്റ് വേൾഡ് വാർ. ഡിസ്കസ്. ഫാഷിസം എന്നത് ഫസ്റ്റ് വേൾഡ് വാറിന്റെ ഒരു സൃഷ്ടിയായിരുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു കോൺസെപ്റ്റ് കേട്ടിട്ട്? ഫാഷിസം ഫസ്റ്റ് വേൾഡ് വാറിന്റെ സൃഷ്ടി ആയിരുന്നല്ലോ. ആണോ? ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷമല്ലേ ഇറ്റലിയിൽ ഫാഷിസവും ജർമ്മനിയിൽ നാസിസവും ഉടലെടുക്കുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള ഫാഷിസവും നാസിസവും അവിടെ ഉടലെടുക്കുന്നതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചത് ഫസ്റ്റ് വേൾഡ് വാർ ആയിരുന്നു. ആയതുകൊണ്ട് ഫാഷിസം വാസ് എ പ്രോഡക്റ്റ് ഓഫ് ദി ഫസ്റ്റ് വേൾഡ് വാർ എന്ന് നമുക്ക് സാധൂകരിക്കാൻ സാധിക്കും. മുസോളിനി ആൻഡ് ഫാഷിസം. വാർ ഈസ് ടു മാൻ വാട്ട് മെറ്റേണിറ്റി ഈസ് ടു വുമൺ. മുസോളിനി. പുരുഷന് യുദ്ധം, സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ്. ബെനിറ്റോ മുസോളിനിയുടെ സ്റ്റേറ്റ്മെന്റ് ആണത്. These are the words of Benito Mussolini who led fascist reign in Italy. ഇറ്റലിയിൽ ഫാഷിസ്റ്റ് ഭരണത്തിന് നേതൃത്വം കൊടുത്ത ബെനീറ്റോ മുസോളിനിയുടെ വാക്കുകളാണ് ഇത്. എന്ത്? War is to man what maternity is to woman. Let's discuss the circumstances under which the fascist party came to power in Italy. ഇറ്റലിയിൽ ഫാഷിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തുവാനിടയാക്കിയ സാഹചര്യം എന്തായിരുന്നുവെന്ന് നമുക്ക് നോക്കാം. ഇറ്റലി got nothing though she was with the victors in the first world war. ഇറ്റലിക്ക് കാര്യമായി ഒന്നും ലഭിച്ചില്ല. എങ്ങനെയാണെങ്കിലും ഫസ്റ്റ് വേൾഡ് വാറിൽ വിജയിച്ച രാജ്യങ്ങളുടെ കൂടെ ആയിരുന്നു ഇറ്റലി എങ്കിലും അവൾക്ക് കാര്യമായി ഒന്നും തന്നെ ലഭിച്ചില്ല. ഫസ്റ്റ് വേൾഡ് വാറിൽ നമ്മൾ ട്രിപ്പിൾ അലയൻസ് ആൻഡ് ട്രിപ്പിൾ എൻറ്റാന്റ് കണ്ടായിരുന്നു. അതിലാദ്യം ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്നാണ് ട്രിപ്പിൾ അലയൻസ് ഫോം ചെയ്തത്. എന്നാൽ ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്ന അതേ സമയത്ത് തന്നെ ഇറ്റലി അവസാനമായപ്പോഴേക്കും ട്രിപ്പിൾ എൻറ്റാന്റിൽ ജോയിൻ ചെയ്തു. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റലി got nothing though she was with the victors in the first world war. ഫസ്റ്റ് വേൾഡ് വാറിന്റെ അന്ത്യത്തിൽ വിജയിച്ച ശക്തികളുടെ കൂടെ ആയിരുന്നു ഇറ്റലി എങ്കിലും അവൾക്ക് കാര്യമായി ഒന്നും ലഭിച്ചില്ല. ഈ ഫാഷിസം ഡെവലപ്പ് ചെയ്തത് ഇറ്റലിയിലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. Post-war destruction of industries and employment, increase in tax, inflation, etc. kept people away from the government. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം അവിടെ വ്യവസായങ്ങൾക്കുണ്ടായ തകർച്ച, തൊഴിലില്ലായ്മ, നികുതിയിലുണ്ടായ വർധനവ്, ഇൻഫ്ലേഷൻ ഇവയെല്ലാം തന്നെയും ജനങ്ങളെ ഗവൺമെന്റിൽ നിന്നും അകറ്റി. Industrialists, in fear of Italy moving to socialism, were prompted to support fascism. രാജ്യം സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് പോകുമോ എന്ന ഭയം
ആരെ പിന്തുണയ്ക്കാൻ? ഫാഷിസത്തെ പിന്തുണയ്ക്കുവാൻ ഇൻഡസ്ട്രിയലിസ്റ്റിനെ പ്രേരിപ്പിച്ചു. ഇവയെല്ലാം തന്നെയും ഇറ്റലിയിൽ ഫാഷിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നതിലേക്ക് നയിച്ച സാഹചര്യങ്ങളായിരുന്നു. മുസോളിനി resorted to despotic measures in the political and economic fields of Italy. ഇറ്റലിയിലെ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് ഫീൽഡ്സിൽ ബെനിറ്റോ മുസോളിനി സ്വേച്ഛാധിപത്യപരമായ നടപടികളാണ് കൈക്കൊണ്ടത്. Violence and ferocity were the strategies of the fascist. ഫാഷിസ്റ്റ് എങ്ങനെയൊക്കെയുള്ള സ്ട്രാറ്റജീസ് ആണ്? വയലൻസ്, അക്രമത്തിന്റെയും ഫെറോസിറ്റി ഹിംസയുടെയും മാർഗമാണ് ഫാഷിസ്റ്റ് സ്വീകരിച്ചത്. Socialists and leaders of peasants and workers were proclaimed as enemies of the nation. സോഷ്യലിസ്റ്റിനെയും പെസൻസിന്റെയും വർക്കേഴ്സിന്റെ ഒക്കെ ലീഡേഴ്സിനെയും രാജ്യത്തിന്റെ ശത്രുക്കളായി കണ്ടു. Those who opposed the fascist party were executed. ഫാഷിസ്റ്റ് പാർട്ടിയെ എതിർത്തവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കി. The aim of Mussolini was to restore ancient Roman Empire. Ancient Roman Empireന്റെ പുനഃസ്ഥാപനമായിരുന്നു മുസോളിനിയുടെ ലക്ഷ്യം. As part of this, he adopted several symbols of ancient Roman administration. ഏൻഷ്യന്റ് റോമൻ എംപയർ റീസ്റ്റോർ ചെയ്യുക എന്ന ലക്ഷ്യത്തിൽ പ്രവർത്തിച്ച മുസോളിനി ഏൻഷ്യന്റ് റോമൻ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട പല സിംബൽസും അദ്ദേഹം സ്വീകരിച്ചു. Using his military force, the black shirts, Mussolini suppressed the opponents through fascist policies. Using his military force, the black shirts എന്ന തന്റെ മിലിറ്ററി ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് മുസോളിനി suppressed the opponents through fascist policies. ഫാഷിസ്റ്റ് നയങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി ബ്ലാക്ക് ഷർട്ട്സ് എന്ന തന്റെ സൈനിക വിഭാഗത്തെ ഉപയോഗിച്ച് മുസോളിനി തന്റെ എതിരാളികളെ അടിച്ചമർത്തി. His aggressive foreign policy led him to conquer nations like Ethiopia, Albania, etc. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു അഗ്രസീവ് നാഷണാലിസം, ഡിഫ്യൂഷൻ ഓഫ് അഗ്രസീവ് നാഷണാലിസം ഫാഷിസത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ ആണെന്ന്. ഹിസ് അഗ്രസീവ് ഫോറിൻ പോളിസി, മുസോളിനി ഇവിടെ അഡോപ്റ്റ് ചെയ്ത അഗ്രസീവ് ഫോറിൻ പോളിസി ലെഡ് ഹിം, അദ്ദേഹത്തെ എന്തിലേക്ക് നയിച്ചു? ടു കോൺകർ നേഷൻസ് ലൈക്ക് എത്യോപ്യ, അൽബേനിയ എക്സെട്ര. അൽബേനിയ, എത്യോപ്യ തുടങ്ങിയ രാജ്യങ്ങൾ ആക്രമിക്കുന്നതിലേക്ക് അദ്ദേഹത്തെ നയിച്ചു. Italy's run for a dictatorship paved the way for the outbreak of another war. ഇറ്റലിയുടെ ഡിക്റ്റേറ്റർഷിപ്പ്, സാമ്രാജ്യത്വ മോഹം ലോകരാജ്യങ്ങളെ മറ്റൊരു ലോകയുദ്ധത്തിലേക്ക് നയിച്ചു. അപ്പോൾ ഇവിടെ എന്തായിരിക്കാം ഉദ്ദേശിക്കുന്നത്? സെക്കൻഡ് വേൾഡ് വാറിലേക്ക് നയിച്ച ഘടകങ്ങളാണ് ഇവിടെ പറയുന്നത്, അല്ലേ? ഓക്കെ, താങ്ക് യു.